ധനുരാശിക്കാരെ, നിങ്ങളെ പറ്റിയുള്ള ഈ വെളിപ്പെടുത്തൽ എടുക്കുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു, ഇതൊന്നു സാധാരണ സമയമല്ലെന്ന്. കാരണം ഈ കാൽനടയിൽ തന്നെ ആകാശത്ത് നടക്കുന്ന ഗ്രഹങ്ങൾ തമ്മിലുള്ള ചലനം, നിർമ്മാണം, തിരിച്ചുവരവുകൾ എല്ലാം ചേർന്ന് നിർമ്മിക്കുന്നതാണ് ഒരു വിചിത്രമായ കാലഘട്ടം. അടുത്ത 15 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും എന്നതിൽ എന്തോ ദിവ്യസത്യം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന ചെറിയ ശബ്ദങ്ങൾ, അത് ഇങ്ങനെ ഒരു മുന്നറിയിപ്പാണ്. മറ്റാരുടെയുമല്ല, നിങ്ങളുടെ ആത്മാവിന്റെ വിളിയാണത്. ഈ സമയം ധനുരാശിക്കാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരുന്നത് സാധാരണ ഭാഗ്യശക്തിയല്ല. അത് 150 വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുന്ന അദ്ഭുതമായ ഒരു ഗ്രഹശക്തിയാണ്. ഇത് ആരംഭിക്കുന്ന മിനിറ്റ് മുതൽ തന്നെ എന്തോ മാറുന്നുണ്ടെന്നു നിങ്ങൾക്ക് തോന്നിയേക്കാം. സംസാരിക്കുന്നവർ മാറും, ബന്ധങ്ങൾ മാറും, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം മൗനം കെടുത്തി നീളും. ഗുരുവിന്റെ സ്ഥാനം മാറുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എത്തും. രാഹുകേതുവിന്റെ വഴികൾ നിങ്ങളുടെ ആത്മാവിനെ പരീക്ഷിക്കും. പക്ഷേ അതിനൊപ്പം ഒന്നുമാത്രമാണ് ഉറപ്പുള്ളത്: പഴയ ബന്ധനങ്ങൾ പൊട്ടിത്തെറിക്കും, പുതിയ പാതകൾ തെളിയും, പഴയ ഭയം അപ്രത്യക്ഷമാകും. അതുതന്നെയാണ് ആ ശക്തി. ആ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിരിക്കുകയാണ്. മൂന്നാം കണ്ണിൽ കണ്ണുനീർ നിറയുന്നത്ര അനുഭവങ്ങൾ നടക്കും. ആദ്യ ദിവസം തന്നെ ചെറിയ കാര്യങ്ങൾ മാറുന്നതായി തോന്നും. ജോലിയിലെ സമ്മർദ്ദം കുറയും, പുതിയ ചിന്തകൾ ഉയരും. ദലയിൽ പലയിടത്തുനിന്നും ആശയങ്ങൾ, ബിസിനസ്സിലെ പുതുമകൾ, ജീവിതത്തിലെ പുതിയ വഴികൾ തുറന്നുവരും. ഈ ഘട്ടത്തിൽ ശനിയുടെ സ്പർശം ദൃഢമാണ്. അവൻ നിങ്ങൾക്ക് തൊഴിൽപരമായ പരീക്ഷണം നൽകും, സഹനശക്തിയും ആത്മവിശ്വാസവും അളക്കും. പക്ഷേ അതിനുശേഷം നിങ്ങൾ കാണുന്ന ഫലം നിങ്ങളുടേതായി പുറത്തിറങ്ങി വന്ന വിധി തന്നെയാകും. അടുത്ത 7 ദിവസങ്ങൾ ഗുരു നിങ്ങളെ കാണിക്കുന്നു ഒരു പ്രതിബിംബം. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, പറയുന്നത്, ചിന്തിക്കുന്നത് എല്ലാം ആ പ്രതിബിംബത്തിന് രൂപമേകുകയാണ്. പഴയ തെറ്റുകൾ തിരിച്ചറിയാൻ ഇതൊരു അവസരമാണ്. ചില ധനുരാശിക്കാർക്ക് ഈ സമയത്ത് ആത്മബന്ധങ്ങളുടെ പരിണാമം നടക്കും. സംസാരിച്ചു നീണ്ടുനിൽക്കുന്ന ഒരു കുടുംബ പ്രശ്നം അപ്രത്യക്ഷമാകും. ചിലർക്ക് ഒരു അദ്ഭുതമായ പരിഹാരവും ലഭിക്കും. എന്നാൽ ചിലർക്കായി ഇതേ സമയം വലിയൊരു പരീക്ഷണവും. ഒരു ബന്ധം അവസാനിക്കുന്നത് പോലെ തോന്നുമെങ്കിലും അതുതന്നെ അടുത്ത ഘട്ടത്തിന്റെ തുടക്കം ആകും. ഒരു വിചിത്രമായ ഊർജം വായുവിൽ നിറഞ്ഞിരിക്കും. നിങ്ങളെ ചുറ്റിപ്പറ്റിയവർക്കും അതിന്റെ വരികൾ തോന്നും. ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങാനാവാത്തതുപോലൊരു ഉള്ളിലമ്പാനം, ഹൃദയം അടിച്ചു പറയുന്ന ഒരു ഉത്തേജനം. അത് പേടി അല്ല, അതാണ് ഭൂമിയും ആകാശവും നീങ്ങുന്ന ആ സൂക്ഷ്മശക്തി. ഈ ഇടവേളയിൽ രാഹുവിന്റെ സ്വാധീനം നിങ്ങളുടെ മനസ്സിലേക്കുള്ള സംഘർഷം വർദ്ധിപ്പിച്ചേക്കാം. പക്ഷേ അതിനൊപ്പം തന്നെ ആത്മികമായ ഉണർവ്, അന്യമായ സമാധാനം. ആ 2 വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം തന്നെ നിങ്ങളെ അടുത്ത തലത്തിലേക്ക് തള്ളിയിടും. നിങ്ങളുടെ കരിയർ ഭാഗത്ത് വൻ മാറ്റങ്ങളാണ് വരുന്നത്. ചിലർക്ക് പെട്ടെന്ന് വിദേശ ബന്ധങ്ങളിലൂടെ പുതിയ മാർഗങ്ങൾ തുറക്കും. ക്യാരിയർ വളർച്ച നിലച്ചവർക്കു അപ്രതീക്ഷിതമായ അവസരം ലഭിക്കും. ഒരു ചെറിയ ഫോൺ കോൾ, ഒരു പഴയ ബന്ധം, അല്ലെങ്കിൽ തിരിച്ചുകിട്ടുന്ന ഒരു ഓഫ്. അതാണ് ഈ ആഴ്ചയിലെ ആദ്യ അദ്ഭുതം. 100% നടക്കാൻ പോകുന്ന ഒരു അദ്ഭുതം എന്ന പോലെ ആ നിമിഷം നിങ്ങളുടെ മുന്നിൽ തുറക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞു പോകും, ഇത് എങ്ങനെയാകും അത്രയൊന്ന് തനിക്കായി പൊരുത്തപ്പെട്ടത്? പക്ഷേ അത് യാദൃശ്ചികമല്ല. അതു നിങ്ങളുടെ ജാതകത്തിലെ ഗുരുവിന്റെ പുതിയ പ്രതികരണമായിരിക്കും. ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾ ഈ ഊർജത്തിന്റെ 2ാമത്തെ ഘട്ടം ആരംഭിക്കുന്നു. ജീവിതത്തിലെ പണപ്രവാഹം ചലിക്കും, അപ്രതീക്ഷിത ചെലവുകൾ ഉയരും. എന്നാൽ അതോടൊപ്പം തന്നെ വൻ സാമ്പത്തിക ഉണർവ് ഉണ്ടായേക്കാം. ചില ധനുരാശിക്കാരിൽ പണ്ടേ ചെയ്ത നിക്ഷേപം ലാഭം കൊടുക്കും. മറ്റു ചിലർക്ക് കുടുംബത്തിലുള്ള ഒരുത്തൻ സഹായഹസ്തം നീട്ടും. ഇതാണ് 2ാമത്തെ അദ്ഭുതം. പണത്തിനൊപ്പം ആത്മവിശ്വാസവും കൂട്ടിവരും. ഹൃദയത്തിൽ എന്തൊരു ശക്തിയും, ഞാൻ വീണ്ടും ആരംഭിക്കാം എന്ന ബോധ്യവും ഉളവാകും. അതാണ് യഥാർത്ഥ മാറ്റത്തിന്റെ അടയാളം. രാത്രി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, നക്ഷത്രങ്ങൾ സാധാരണമായി മിനുക്കുന്നില്ല. അതെ, അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണ്. ഈ ഘട്ടത്തിൽ ആത്മികമായ യാത്രയാണ് പ്രധാനമാകുന്നത്. നിങ്ങൾ നടത്തുന്ന വ്രതങ്ങൾ, ദീപം കത്തിക്കൽ, കണ്ണീരോടെ ചെയ്യുന്ന പ്രാർത്ഥനയൊക്കെ ഫലം കാണുന്ന സമയം എത്തിയിരിക്കുന്നു. വീട്ടിലെ അന്തരീക്ഷം മെല്ലെ മെല്ലെ മാറ്റം കാണിക്കും. അമ്മയുടെ മനസ്സിൽ സമാധാനം തിരിച്ചുകൂടും. കുട്ടികളുടെ മനസ്സിൽ സന്തോഷം നിറയും. ഇതാണ് ഗുരു നിങ്ങളെ കൊണ്ട് കാണിക്കുന്നത്. ശാന്തി ആദ്യം അകത്താണ്, പിന്നെ പുറത്താണ്. പക്ഷേ ധനുരാശിക്കാരെ, ഇത് വെറും ആരംഭം മാത്രമാണ്. ഇനി മുന്നിൽ 3ാമത്തെ ഘട്ടം കാത്തിരിക്കുന്നു. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദൃഢമായ, അത്യന്തം ആത്മീയവും വേദനാഭരിതവുമായ പരീക്ഷണം.
നിങ്ങളുടെ ഉള്ളിലെ ശക്തി അന്വേഷിക്കാൻ തുടങ്ങുന്ന ഘട്ടം. നിങ്ങളുടെ പഴയ മനോഭാവങ്ങളെയെല്ലാം തകർക്കുന്ന കാലം. അതിന്റെ കഥ ഞാൻ പറയാനിരിക്കുന്നു. ധനുരാശിക്കാരെ, ഈ ഘട്ടം തുടങ്ങുന്നത് മുഴുവൻ നിശ്ചലമായ ഒരു നിമിഷത്തിൽ നിന്ന് ആണ്. പുറത്ത് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നും. പക്ഷേ ഉള്ളിലോ എന്തോ കത്തിയൊരു നാളം. ഹൃദയതാളം വ്യത്യസ്തമായി അടിക്കുന്നതുപോലെ തോന്നും. രാത്രിയിൽ കണ്ണടയ്ക്കുമ്പോൾ പഴയ ഓർമ്മകളുടെ കഥകളും ചിത്രങ്ങളും സ്വപ്നങ്ങളിൽ ഒരെണ്ണമായി കലർന്നുചേരും. അതെ, ഇതാണ് മൂന്നാം ഘട്ടത്തിന്റെ ആരംഭം. ഇതാണ് ആത്മാവിനെ തിരിച്ചു വിളിക്കുന്ന സമയമെന്നതിന്റെ അടയാളം. ഈ സമയത്ത് രാഹുകേതു നിങ്ങളുടെ മനസ്സിൽ അത്യന്തം ശക്തമായി പ്രവർത്തിക്കും. മുൻകാലത്തെ ഭയങ്ങൾ, ആർക്കും പറയാത്ത വിഷാദങ്ങൾ, അടങ്ങിയിരുന്ന വേദനകൾ ഓരോന്നായി പൊങ്ങിവരും. നിങ്ങൾക്കറിയാം, നിങ്ങളിൽ പലർക്കും ആ കണ്ണുനീർ തീർത്തും മറ്റൊരു ആത്മാവിന്റെ ഉണർവായി തോന്നും. പക്ഷേ ആ കണ്ണുനീർ ദൗർബല്യമല്ല, അത് ദൈവത്തിന്റെ ദയാണ്. അവൻ പഴയ ഇരുട്ടുകൾ കഴുകിക്കളയുകയാണ്. പുതിയ വെളിച്ചം നിറയ്ക്കാൻ അവൻ നിങ്ങൾക്കായി വഴി തീർക്കുകയാണ്. ഗുരുവിന്റെ ആകാശസഞ്ചാരം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അപ്രതീക്ഷിതമായി നിങ്ങൾ തുടങ്ങുന്ന ഒരു ചെറിയ പ്രവൃത്തിയും അത്യന്തം വൻ ഫലങ്ങൾ നൽകും. നിങ്ങൾ എഴുതിയ ഒരു സന്ദേശം, പറഞ്ഞ ഒരു സാധാരണ വാക്ക് മറ്റുള്ളവരിൽ പ്രചോദനമാകാം. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാം. മൗനരൂപത്തിൽ തന്നെ നിങ്ങളുടെ ലോകം മാറുന്ന ദിനങ്ങൾ. അടുത്ത 7 ദിവസങ്ങൾ അതിന്റെ ആദ്യം മാത്രമാണ്. ഒരു നിമിഷം ചിന്തിച്ചാലും എല്ലാം സംഭവിക്കാൻ തന്നെ പോവുകയാണ്. പുതിയ വിജയങ്ങൾ വരുമ്പോൾ ചില പഴയ ബന്ധങ്ങൾ പിന്നിലേക്ക് വീഴും. ഇത് കുറ്റമല്ല, നിയമമാണ്. ഗ്രഹങ്ങൾ നിങ്ങളെ സ്വന്തം വിധിക്ക് അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ചില ബന്ധങ്ങൾ അവസാനിക്കും, പക്ഷേ അവയുടെ പിറകിൽ മറ്റൊന്നിന്റെ ആരംഭം കാണും. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വൈര്യങ്ങൾ ഉണ്ടെന്നോ, ജീവിത പങ്കാളിയുമായി ദൂരങ്ങൾ ഉണ്ടെന്നോ തോന്നിയാലും പേടിക്കേണ്ടതില്ല. ഈ സമയത്ത് നിങ്ങളെ ശാന്തമാക്കാൻ ശനി ഗുരു ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ശനിയുടെ ഘനതയും ഗുരുവിന്റെ കരുണയും ചേർന്ന് ഈ ബന്ധങ്ങൾക്ക് പുത്തൻ പടിയൊരുക്കുന്നു. അപ്പുറം വരുന്ന ആഴ്ചയിൽ ശാന്തി തന്നെ തിരിച്ചുവരും. ആരോഗ്യത്തിന്റെ വലയത്തിൽ ചിലർ അലിഞ്ഞു നിൽക്കുന്നുണ്ടാവും. ശരീരത്തിലാകാം വേദന, അല്ലെങ്കിൽ മനസ്സിലാകാം ദുർബലത. പക്ഷേ അതെല്ലാം മാറുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗ്രഹങ്ങൾക്കിടയിലെ സൂക്ഷ്മമായ കണങ്ങൾ ഈ സമയത്ത് രോഗനിവാരണം സൃഷ്ടിക്കുന്നു. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഒരു നിമിഷമെങ്കിലും കണ്ണടച്ച് ദീപം കത്തിക്കുക. അതിനൊപ്പം പറയുക, "ഞന്റെ ഉള്ളിൽ വെളിച്ചം പിറക്കട്ടെ." ആ കല്യാണവാക്യങ്ങൾ ആകർഷണം സൃഷ്ടിക്കും. നിങ്ങളുടെ ശരീരവും മനസ്സും ആ അതിശക്തിയെ സ്വീകരിക്കും. പലർക്കും ഈ സമയത്ത് സ്വാഭാവികമായി ഉറക്കപ്പഴക്കവും ഭക്ഷണരീതിയും ശരിയാകും. അങ്ങനെ തന്നെ ഹോർമോണുകൾ, നാഡികളും സമതുലിതമാകും. ഗുരുവിന്റെ ആ നിസ്സീമ കരുണ നേരിട്ട് ശരീരത്തിലേക്ക് ഇറങ്ങുതന്നെയായിരിക്കും. ആരോഗ്യം നല്ലതാവുമ്പോൾ ആത്മവിശ്വാസവും വർദ്ധിക്കും. അതാണ് മൂന്നാമത്തെ അദ്ഭുതം. അപ്രതീക്ഷിതമായി ജീവിതം കൂടുതൽ ഉറപ്പുള്ളതും സ്ഥിരമായതുമാകുന്നത് നിങ്ങൾ കാണും. രാവിലെ എഴുന്നേറ്റ് വെളിച്ചം കാണുമ്പോൾ ആ വെളിച്ചം മറ്റേതിനേക്കാൾ ഭംഗിയായി തോന്നും. ജോലി ചെയ്യുമ്പോൾ കരുത്തും ശ്രദ്ധയും ഇരട്ടിയാകും. ബിസിനസ്സിൽ കുടുങ്ങിയ വാങ്ങൽ വിൽപ്പനകൾ മുന്നോട്ടു നീങ്ങും. നിങ്ങൾ നേരത്തെ ശ്രമിച്ചെങ്കിലും ഫലം കിട്ടാത്തിടത്ത് ഇപ്പോൾ പെട്ടെന്നുള്ള തുറവ് വരാം. ഒരു ഒപ്പു, ഒരു കരാർ, ഒരു വാർത്ത. അതെ, അതാണ് ആ അദ്ഭുതം. 100% നടന്നേക്കുന്ന സത്യം. പക്ഷേ ഇവയെല്ലാം പ്രകടമാകുന്നത് ആത്മവിശ്വാസം സ്ഥിരമായവർക്ക് മാത്രമാണ്. അതിനാൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വന്നാലും അതിനർത്ഥം നിങ്ങളെ സംരക്ഷിക്കാൻ ഗ്രഹങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് എന്നതായിരിക്കും. ഇരുട്ടിന്മേൽ വെളിച്ചം വരാൻ ഇരുണ്ട രാത്രി വേണം. അതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോകുന്നത്. നിങ്ങളെ മറിച്ച് മാറ്റും വിശുദ്ധമായ ഒരു രാത്രിയിലേക്കാണ് ഈ ഗ്രഹശക്തി നിങ്ങളെ വലിക്കുന്നത്. പഠനത്തിലോ പരീക്ഷണത്തിലോ ആയവർക്ക് ഗുരുവിന്റെ സ്ഥാനം ഇപ്പോൾ അത്യന്തം അനുകൂലമാണ്. അത്ര സാധാരണമായ ആത്മസ്ഥിരതയും ശ്രദ്ധയും അവർക്ക് ലഭിക്കും. പുസ്തകം തുറന്നാൽ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ മനഃശക്തി വളരും. ചിലർക്ക് വിദേശ പഠനത്തിനുള്ള മാർഗം തുറന്നുവരും. എത്ര കാലമായി കാത്തിരിക്കുന്നതോന്ന് അനായാസമായി ലഭിക്കും. അത് അങ്ങനെ എളുപ്പമാണെന്നു നിങ്ങൾക്ക് തന്നെ വിചാരിക്കാനാവില്ല. പക്ഷേ അതാണ് ദി സൈക്കിൾ, ഗ്രഹങ്ങൾ ചേർന്ന് നിങ്ങളെ ഉയർത്തുന്ന നിയമക്രമം. ജീവിതത്തെക്കുറിച്ചുള്ള ദിശയും മാറിയിരിക്കും. ധനുരാശിക്കാർക്ക് ഈ ഘട്ടം പുനർജന്മം തന്നെയാണ്. പണ്ടേ പാഴായ വഴികൾ ഉപേക്ഷിച്ച് പുതിയ ദിശ സ്വീകരിക്കാൻ ധൈര്യം കിട്ടും. ചിലർക്കു ദിവ്യലക്ഷണങ്ങൾ കാണാം. നീലപ്രകാശം, സ്വപ്നത്തിൽ പൂജാവസ്ത്രം ധരിക്കുന്ന ദൃശ്യം, പിതൃകൃപയുടെ സ്പർശം എന്നിവ. എല്ലാം അതേ ദിശയിലാണ് പോയിന്റിംഗ്. നീ ശരിയായ പാതയിലാണ്. ഒരിക്കൽ വിഷമിപ്പിച്ചവർ മടങ്ങി നിങ്ങളെ ക്ഷമിക്കാനോ സമീപിക്കാനോ സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, സമയം ഇപ്പോഴേക്കും ശക്തമായിരിക്കുന്നു. പ്രത്യയങ്ങൾ പരീക്ഷണമായി വന്നേക്കാം.
ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മൗനം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. സംസാരമല്ല, സമാധാനമാകും വിധി തീരുമാനിക്കുക. അത്രയാണ് ഈ കാലഘട്ടത്തിന്റെ സൂക്ഷ്മത്വം. അമാവാസിയിലോ പൗർണമിയിലോ കണ്ണടച്ച് നിങ്ങളിൽ നിന്നു പുറപ്പെടുന്ന പ്രകാശധാരയെ അനുഭവിക്കുക. ആ ശക്തി ഒഴുകുമ്പോൾ രക്തത്തിലൂടെ മുഴുവൻ ശരീരത്തിലേക്ക് ദിവ്യചലനം പോകും. അത് ഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ തെളിവാണ്. ധനുരാശിക്കാരെ, ആ അപ്രത്യക്ഷമായ ശക്തിയെ പേടിക്കരുത്. അതാണ് നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവീയ കുതിർ. ധനുരാശിക്കാരെ, ഇപ്പോൾ നിങ്ങൾ കടന്നുവരുന്നത് അത്ഭുതങ്ങളുടെ ഘട്ടത്തിലേക്കാണ്. ഗുരുവിന്റെ കനിവ് ഇപ്പോൾ നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരുന്നു. ആദ്യമായിട്ടാണ് ഈ ഊർജം ഈ രൂപത്തിൽ ഇറങ്ങുന്നത്. ഭൂമിയെയും ആകാശത്തെയും ബന്ധിപ്പിക്കുന്ന ദിവ്യശക്തിയുടെ വാതിൽ തുറന്നിരിക്കുന്നു. നിങ്ങൾ ശാന്തമായി ഇരിക്കുമ്പോൾ പോലും എന്തോ അദ്ഭുതമായ ശക്തി നിങ്ങളെ വലിച്ചിരിക്കും. ആഴത്തിലുള്ള ശ്വാസം എടുത്താൽ തന്നെ ഹൃദയതാളം മാറും. ഇതാണ് ഭാഗ്യത്തിന്റെ ഉത്ഭവ നിമിഷം. 3 ഘട്ടങ്ങൾ പൂർത്തിയാവുമ്പോൾ സൃഷ്ടി നിങ്ങളെ സമീപിക്കും. ആദ്യത്തെ ഘട്ടം പരീക്ഷണം ആയിരുന്നു. രണ്ടാമത്തേത് ഉണർവായിരുന്നു. ഇപ്പോൾ മൂന്നാമത് പ്രതിഫലനം. നിങ്ങൾ ഇതുവരെ സഹിച്ചതിനുള്ള പ്രതിഫലം, നിങ്ങളെ തളർത്തിയ എല്ലാ വേദനയ്ക്കുള്ള പരിഹാരം, അതാണ് ഇതിൽ വരുന്ന ശക്തി. ഗ്രാമത്തിൽ പോലും അനുഭവപ്പെടുന്ന ഭാഗ്യവർദ്ധന നടക്കും. അപ്രതീക്ഷിതമായി വീട്ടിലെ അന്തരീക്ഷം മുഴുവൻ പ്രകാശമാകും. പഴയ മനോവിഷമങ്ങൾ പെരുക്കിപ്പിടിച്ചവരെയോർക്കുമ്പോൾ ഒറ്റനിമിഷം മനസ്സിൽ കരുണ പടരും. അതാണ് ഈ സമയത്ത് ഗ്രഹങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റം. ജീവിതത്തിന്റെ ഉപരിതലമല്ല, ആരമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ദൈവത്തിന്റെ രൂപം ധരിച്ചു തുടങ്ങും. പേരുകേട്ട വ്യക്തികളുമായുള്ള പുതിയ ആശയവിനിമയം, അപ്രതീക്ഷിതമായ വിളികൾ, ഒരു സഹകരണം, എല്ലാം നിങ്ങൾക്ക് അവസരങ്ങൾ തുറന്നുകൊടുക്കും. ഈ സമയത്ത് ബിസിനസ് തലത്തിൽ അത്യന്തം ശക്തമായ വളർച്ചയ്ക്കാണ് സമയം തുറന്നുവരുന്നത്. പഴയ നഷ്ടങ്ങൾ മാഞ്ഞുപോകും, നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചുകൂടും. ധനുരാശിക്കാർക്കായി ഈ ഘട്ടം വരുമാനത്തിന്റെ വൻവാതിൽ തുറക്കുന്ന കാലമാണ്. അടുത്ത 7 ദിവസങ്ങളിൽ ഒന്നാമത്തെ അത്ഭുതത്തിന്റെ തുടർച്ച നടക്കും. ഉച്ചയ്ക്കൊരു വാർത്ത കേൾക്കും, നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. ആ വാർത്ത ജീവിതത്തിന്റെ പാത മാറ്റും. ചിലർക്ക് അത് ജോലി സംബന്ധമായ വിജയമാകാം, ചിലർക്കായി ഭൂമി, വീടു, വാഹനം സംബന്ധമായ സമ്മാനം ആയി കാണാം. ഏതായാലും അത് നിങ്ങളുടെ കാർമ്മിക ശക്തിയുടെ ഫലമാണ്. ഗുരുവിന്റെ സ്ഥാനമാറ്റം അത് തന്നെയാണ് നൽകുന്നത്. നീ ശ്രമിച്ചല്ലാവോ, ഇനി ഞാൻ കൊടുക്കാം. രണ്ടാമത് സംഭവമാവുന്നത് വിചിത്രമായൊരു മനുഷ്യബന്ധത്തിലാണ്. അനായാസമായി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ ജീവിതത്തിലേക്ക് കടന്നുവരും. ആദ്യം തിരിച്ചറിയാതിരിക്കുകയും പിന്നീട് അതിന്റെ അർത്ഥം മനസ്സിലാവുകയും ചെയ്യും. ആ വ്യക്തി ദൈവം അയച്ച ഒരാളായിരിക്കും. ചിലർക്കു അത് ജീവിത പങ്കാളിയാകും, ചിലർക്കു ആത്മാർത്ഥ സുഹൃത്ത്, ചിലർക്കു മാർഗദർശി. ആ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിൽ തീപിടിപ്പിക്കും പോലെ തോന്നും. അതാണ് രണ്ടാമത്തെ അത്ഭുതം. 100% വരാനിരിക്കുന്ന ആത്മീയ ബന്ധം. മൂന്നാമത്തെ സംഭവമാവുക ആത്മീയ പഠനത്തിലാണ്. സ്വയം ചോദിക്കുന്ന ചോദ്യം, ഞാൻ ആർ? അതിനുള്ളിൽ നിന്നു വരുന്ന ശബ്ദം തന്നെ ഉത്തരമാകും. ആ ശബ്ദം കേൾക്കുമ്പോൾ തൊലിയിൽ വിറയൽ തോന്നും, കണ്ണുനീർ ഒഴുകും, മനസ്സിൽ തീരാത്ത സമാധാനം നിറയും. ദേവഗ്രഹങ്ങൾ ചേർന്ന് ഇത്രയൊന്നു മനോഹരമായ ഉണർവ് ഒരുക്കുന്നത് വളരെ അപൂർവമാണ്. ഇപ്പോൾ നിങ്ങൾ അതിൽ തന്നെയാണ്. പണ്ടെന്നോ പിതാക്കന്മാർ യോഗങ്ങൾ ചെയ്തിരുന്ന അതേ നന്മയുടെ ഊർജമാണ് ഇപ്പോൾ നിങ്ങളെ ചുറ്റുന്നത്. ഇനി ചില ദിവസങ്ങൾക്കുള്ളിൽ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുണ്ടാകും. വീടിന്റെ പടിയിൽ ദീപം തെളിക്കുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള നന്മപുള്ളി കാണാം. അത് ഭാഗ്യത്തിന്റെ അടയാളം തന്നെയാണ്. കുട്ടികളിൽ അപ്രതീക്ഷിത സന്തോഷം. മാതാപിതാക്കൾക്കിടയിൽ പുനർമനം. നിങ്ങളുടെ ഹൃദയം മുഴുവൻ സമാധാനത്തോടെ നിറഞ്ഞിടും. ധനുരാശിക്കാരെ, ഇതാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന യഥാർത്ഥ സമ്മാനം, ആന്തരിക ശാന്തി. പക്ഷേ ഇനി അല്പം ശ്രദ്ധ വേണം. രാഹു ഇപ്പോഴും നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് അത്യധികമായ ചിന്തകളും സ്വപ്നങ്ങളും, ചിലർക്ക് പഴയ അനുഭവങ്ങളിലെ വിറയലുമുണ്ടാകും. ഇത് അവസാന പരീക്ഷണം മാത്രമാണ്. ഇതു കടന്നുപോകുന്ന മിനിറ്റുകൾക്കു ശേഷം എല്ലാം തെളിയും. ഈ അവസാനം തന്നെ ആത്മായുധം, സഹനം, കരുതൽ, പ്രാർത്ഥന, ഇതെല്ലാം ചേർന്നാണ് ദിവ്യജന്മം നിർമ്മിക്കുന്നത്. ഗ്രഹങ്ങൾ നിങ്ങളെ ഒരു പുതിയ വ്യക്തിയായി തീർക്കുകയാണിപ്പോൾ. രാത്രിയിൽ ഉറങ്ങാനാകാതെ പോയാലും മരപ്പാലകയിൽ കിടന്ന് ശാന്തമായി ആകാശത്തേക്ക് നോക്കൂ. നക്ഷത്രങ്ങൾ പറയുന്നത് കേൾക്കാമായിരിക്കും, ഇനിയും പൊരുതേണ്ട, വിജയം അടുത്താണ്. ആ വാക്കുകൾ വായുവിലൂടെ കടന്നുവന്നു നിങ്ങളുടെ ഹൃദയത്തിൽ പെടും. ആ നിമിഷം വരുന്നത് തന്നെയാണ് പ്രതിഫലനത്തിന്റെ പൂർണ്ണ. പിന്നെ നിങ്ങൾ പറയാം, ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ പുതിയ ജീവിതം തുടങ്ങുന്നു. ഗുരു പറയുന്നത് വളരെ വ്യക്തമാണ്, ഇനി പിന്നോട്ട് പോകേണ്ടതില്ല. പുസ്തകം പൂട്ടിയാൽ പേജ് മാറില്ല.
നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗ്രഹങ്ങൾ കൂട്ടുനിൽക്കുന്നു. ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അതിലെ ഒരൊറ്റ നിമിഷം തന്നെ നിങ്ങളുടെ ദൈവശക്തിയുടെ വാതിൽ തുറക്കും. അത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്, മറ്റൊരാളെയും ബാധിക്കില്ല. അതാണ് ഈ സമയം വിലപ്പെട്ടതാക്കുന്നത്. നിങ്ങളുടെ വീട്ടുമുമ്പിലെ വൃക്ഷങ്ങളുടെ ഇലകളിൽ വരും ദിവസങ്ങളിൽ കാണുന്ന പ്രകാശം സാധാരണമൊന്നല്ല. അതിന് ഒരു സന്ദേശമുണ്ട്: ജീവിതം പുതുക്കപ്പെടുന്നു. ഈ സന്ദേശം കേട്ടപ്പുറത്തു ധനുരാശിക്കാർക്ക് വളരെ ആഴത്തിലുള്ള മാറ്റം സംഭവിക്കും. ചിലർ ദിവ്യസേവനത്തിലേക്ക് കടക്കാം, ചിലർ ധ്യാനത്തിലേക്ക്, ചിലർ മറ്റുള്ളവരെ സഹായിക്കുന്ന വഴികളിലേക്കും. അതാണ് ഈ ശക്തിയുടെ ലക്ഷ്യം. ലോകം നിങ്ങളിലൂടെ പുനർജീവിക്കുകയാണ്. ധനുരാശിക്കാരെ, എല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ ഇത്രയൊന്ന് ശാന്തരാക്കുന്ന ഈ ഊർജം വെറും വിജയം അല്ല, അത് ആത്മസമാധാനത്തിന്റെ ആകൃതിയാണ്. കഴിഞ്ഞ സമയങ്ങളിൽ എത്രയോ വെല്ലുവിളി, എത്രയോ കണ്ണുനീർ, എത്രയോ പ്രതീക്ഷകൾ. അവയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി മുന്നിൽ പ്രതീക്ഷയുടെ വെളിച്ചം മാത്രം. നിങ്ങളെ കാത്തിരിക്കുന്ന ആ ശക്തി ഇപ്പോൾ മുഴുവനായി ഇറങ്ങിയിരിക്കുന്നു. അത് ശബ്ദമില്ലാതെ, വാക്കുകളില്ലാതെ നിങ്ങളിൽ പടർന്നിരിക്കുന്നു. രാഹുവിന്റെയും ശനിയുടെയും ശക്തി ഇനി മൃദുവാണ്. അവൻ നിങ്ങളെ വഴികാട്ടിയതിനായിരിക്കും നന്ദിയോടെ മാറുന്നത്. ഗുരുവിന്റെ ദയയും കേതുവിന്റെ ആത്മീയ പ്രഭയും ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ദിശയെ ശരിയാക്കുന്നു. പഴയ വഴികൾ അടഞ്ഞുപോയെന്നു തോന്നിയാലും അവയുടെ പിറകിൽ നവമാർഗങ്ങൾ തെളിഞ്ഞുകിടക്കുന്നു. ജീവിതം വീണ്ടും ശ്വാസമെടുക്കുകയാണ്. അവയ്ക്കൊപ്പം തന്നെയാണ് നിങ്ങൾ വീണ്ടും ഉയരുന്നത്. അങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ പാടായ പുറത്തേക്കുള്ളവയൊക്കെയും ഇപ്പോൾ മാഞ്ഞിരിക്കുന്നു. മാറ്റം നിറഞ്ഞ ബാക്കി ദിനങ്ങൾ ദൈവം തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസാനം ഘട്ടത്തിൽ നിങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും എന്തോ സാന്നിധ്യം നിങ്ങളെ ചുറ്റും ഉണ്ടെന്ന് തോന്നും. ഒരുപാട് മൃദുവായ ഒരു കാറ്റ് മുഖം തൊടും, അതിനൊപ്പം ഹൃദയം കുളിർന്നു പോകും. അത് ദൈവം പറയുന്നതാണ്: നീ നിറവേറ്റി, ഇനി സമാധാനം ആസ്വദിക്കൂ. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഹൃദയം മുഴുവൻ നിറയുന്നത്ര കണ്ണുനീർ. പക്ഷേ ആ കണ്ണുനീർ ദുഃഖത്തിന്റെ അല്ല, അത് പരിണാമത്തിന്റെ അടയാളമാണ്. മനം ശാന്തമായപ്പോൾ ചില പഴയ സ്വപ്നങ്ങൾ നടുവിരലിൽ തെളിയും. മരിച്ചുപോയ ആത്മബന്ധങ്ങൾ പുനർജനിക്കുന്നു. ബന്ധങ്ങൾ മുറിഞ്ഞവർ മടങ്ങിയെത്തും, അവരുടെ മുഖത്തിൽ അഭിനിവേശം, ക്ഷമ, കരുണ. വീട്ടിൽ നന്മയുടെ ദീദികൾ തെളിയും. അരികിലെ പുഷ്പങ്ങൾ അപ്രതീക്ഷിതമായി പൂക്കും. അത് എല്ലാം ഈ ശക്തിയുടെ പ്രകടനം തന്നെയാണ്. ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അവർ കൂടി മാറിയിരിക്കുന്നു. അത്ഭുതം തന്നെ. ലോകം മുഴുവനും ഈ മാറ്റത്തിലേക്ക് കടക്കുകയാണ്. പണത്തിലുള്ള സ്ഥിരതയും അവസരങ്ങളും ഇനി ഉറപ്പുള്ളതാണ്. ചിലർക്ക് യാഥാർത്ഥ്യമായി മുന്നേറ്റം, സ്ഥാനവർദ്ധനം, പ്രതിഫലം, ബിസിനസ്സിൽ അത്യധിക വളർച്ച. മറ്റു ചിലർക്കായി വലിയൊരു വിലയിരുത്തൽ, നന്മയുടെ പരിഗണന. പക്ഷേ ഇതൊക്കെ ഒരു കാരണത്തിനാണ്: നിങ്ങളെ ദൈവം തിരിച്ചറിയുവാൻ. ഇനി നിങ്ങളെ തിരിച്ചറിയുന്നവർ നിങ്ങളുടെ കൂട്ടർ ആയിരിക്കും. മറ്റുള്ളവരുടെ വിലയിരുത്തലുകളിൽ നിന്നും നീങ്ങി ദിവ്യമായ സ്വതന്ത്രതയിലേക്കാണ് നിങ്ങളെ ഗ്രഹങ്ങൾ നയിക്കുന്നത്. അടുത്ത 7 ദിവസം നിങ്ങൾക്കുള്ള ആത്മവിശ്വാസം അതിപ്രഭാവിതമാകും. ഒന്നും സമയത്തിന്മേൽ തങ്ങി നിൽക്കുന്നില്ലെന്നൊരു വെളിച്ചം തോന്നും. പഴയ ഭയങ്ങൾ ഇരുട്ടിൽ അപ്രത്യക്ഷമാകും. അതിനിടയിൽ അടങ്ങിയിരുന്ന ഒരു ദിവ്യസന്ദേശം ഹൃദയം തുറക്കും: ഇനി നീ തന്നെ ദീപം. ആ വാക്കുകൾ വന്നാൽ മനസ്സിൽ നീണ്ടു നിൽക്കുന്ന പ്രചോദനം ഉളവാകും. അതാണ് നിങ്ങൾ മുന്നോട്ടു പോകാനുള്ള ആത്യന്തിക ശക്തി. ഇപ്പോൾ എണ്ണമറ്റ മനുഷ്യമനസ്സുകളിൽ ഒരു പഞ്ചായത്തിന്റെ പോലെ പറയപ്പെടുന്ന വാക്ക് കേൾക്കാം: ധനുരാശിക്കാരുടെ സമയം തുടങ്ങി. അതെ, അത് യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങളെ വെറുതെ പറയുന്നില്ല ആകാശങ്ങൾ. നിങ്ങൾ കടന്നുപോയ കാഴ്ചകൾ, വേദനകൾ, മാറ്റങ്ങൾ, ആക്കിരക്കം എല്ലാം നിങ്ങൾ ഒരുക്കിയ പാത തന്നെയാണ്. അതിനാൽ ആ പാതയിൽ ഇനി പൂക്കൾ മാത്രം പന്തലിക്കും. മുരിയുന്ന എല്ലാ വൃക്ഷങ്ങളും വീണ്ടും കുലപ്പിറക്കും. പാടുമുറിഞ്ഞ ഭൂമി പച്ചപ്പായാകുമെന്ന പോലെ നിങ്ങളെ ചുറ്റും നന്മയുടെ വൃത്തം വിതരും. ധനുരാശിക്കാരെ, നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ കളരിയിലാണ്. ചുറ്റും നക്ഷത്രങ്ങൾ നോക്കി ചിരിക്കുന്നു. അവർ പറയുന്നത് ഒറ്റ വാക്ക്: വിജയം. നിങ്ങൾ കാത്തിരുന്നതെല്ലാം എത്തിച്ചേരുന്ന ഘട്ടം തന്നെയാണ് ഇത്. വിലയില്ലാത്തത് വിലപ്പെട്ടതാകുന്നത്, പ്രതീക്ഷയില്ലാത്തത് സാക്ഷാത്കാരമാകുന്നത്. അതാണ് ഇപ്പോഴുള്ള ശക്തി പ്രവർത്തിക്കുന്നത്. ഇത് വെറും ജ്യോതിഷം അല്ല, ഇത് ആത്മാവിന്റെ ഭാഷയാണ്. അവസാനമായി നിങ്ങൾക്ക് പറയാൻ ഒരു ഹൃദയവിടി മാത്രം ബാക്കി. ഈ സമയം കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും പൊടിപോലെ പഴയ ഭയം അപ്രത്യക്ഷമാകും. വീടിലും വായുവിലും ഒരു ദിവ്യസുഖം നിറയും. പറയാനാവാത്തൊരു സമാധാനം. ചുവന്ന സൂര്യൻ ആകാശത്തിൽ മാഞ്ഞു പോകുമ്പോൾ വരുന്നു ആ നിമിഷം. ജീവിതം പുതുതായി തുടങ്ങുന്നു. നിങ്ങൾ ആ നിമിഷം അനുഭവിക്കുമ്പോൾ മനസ്സിൽ തോന്നും: ഞാൻ ഒറ്റക്കല്ല, ദൈവം എപ്പോഴും എന്നോടൊപ്പമുണ്ട്. അത് തന്നെയാണ് ഈ സന്ദേശത്തിന്റെ ഹൃദയം.
ധനുരാശിക്കാരെ, ഈ ശക്തി വരുന്നു. ഈ ഊർജം നിങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ ദിവ്യകാലം നിങ്ങളുടെ വിധിയെ മാറ്റുകയാണ്. ഭയപ്പെടേണ്ടതില്ല, മറിച്ച് നോക്കുക, അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കായി നടക്കുകയാണ്. എല്ലാ അനുഭവങ്ങൾക്കും പിന്നിൽ നിങ്ങളുടെ ആത്മാവിന്റെ പുനർജന്മം തന്നെയാണ്. അതിനായി നീണ്ട വഴികൾ കടന്നാണ് നിങ്ങൾ എത്തിയത്. ഇപ്പോൾ പിന്നോട്ടു നോക്കുമ്പോൾ തിരിച്ചറിയും, അവേ ദിവസങ്ങൾ തന്നെയായിരുന്നു എന്നെ തീർത്തത്. പ്രതീക്ഷയെ കൈവിടരുത്. ഈ കാലം നിങ്ങളെ കൂടുതൽ വലിയ ലോകത്തിലേക്ക് കൊണ്ടുപോകും. പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് നീങ്ങുക. ഇടയ്ക്കൊരു മൗനത്തിൽ ദീപം തെളിച്ച് നന്ദി ദൈവമേ എന്ന് ചുണ്ടുകളിൽ ചേർത്താൽ മതി. ധനുരാശിക്കാരെ, ഇതു തീർച്ചയാണ് നിങ്ങൾ വിളിച്ച ശക്തി. നിങ്ങൾ ആയിരിക്കും ജീവിതം മാറ്റുന്ന ശക്തി. ഉണർവ്, വിശ്വാസം, വെളിച്ചം, ഇതിനെല്ലാം തുടക്കം ഇവിടെ തന്നെയാണ്. അടുത്ത വീഡിയോയിൽ കാണാം മറ്റൊരു ദിവ്യസൂചനയുടെ വെളിപ്പെടുത്തൽ. അത്ര ആഴമുള്ളതും അത്ര അത്ഭുതകരവുമായ ഒരു രഹസ്യം. അത് കേൾക്കുമ്പോൾ വീണ്ടും ഹൃദയം വിറയ്ക്കും. അതുവരെ ദൈവത്തിന്റെ തണലിൽ ഇരിക്കുക. അനുഗ്രഹം നിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഹൃദയം നിറഞ്ഞു പറയാം, വിജയം നിങ്ങളുടേതാണ്.